നമസ്കാരം, ഞാൻ ഡോക്ടർ കാവേരി, നിങ്ങളുടെ ആയുർ കാവേരി. പലപ്പോഴും നമ്മളുടെ ഫ്രണ്ട്സ് നമുക്കെതിരെ തിരിയുന്നു, നമ്മുടെ റിലേറ്റീവ്സ് നമുക്കെതിരെ തിരിയുന്നു. നമ്മൾ വിചാരിക്കും എന്താണ് പ്രശ്നം, ഒരുമിച്ച് പഠിച്ച ആൾക്കാരായിരിക്കും, ഭയങ്കര സുഹൃത്തുക്കളായിരിക്കും. പക്ഷെ അവരുടെ ഉള്ളിൽ ഒന്നിൽ നിങ്ങൾക്ക് അവരെക്കാട്ടിൽ കൂടുതൽ മാർക്ക് കിട്ടിയതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഒരു ജീവിതത്തിൻ്റെ സന്തോഷം കണ്ടിട്ടോ പലതരത്തിലാണ് നമുക്ക് ഓരോരുത്തരോട് ഓരോ ഈഗോ തോന്നുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് ആ ഈഗോ വളർന്ന് മറ്റൊരാളുടെ നാശത്തിലേക്ക് തന്നെ പോവുകയാണ്. ചിലപ്പോൾ സെയിം പ്രൊഫഷണൽ ഫീൽഡിലായിരിക്കാം, പഠിക്കുമ്പം അവർ നല്ല മാർക്കോടുകൂടി പാസ്സായതായിരിക്കും, പക്ഷെ അതിൽ അത്ര മാർക്കില്ലാത്തൊരു കുട്ടിയായിരിക്കും ഭാവിയിൽ ഭയങ്കരമായിട്ട് ശോഭിച്ച് നിൽക്കുന്നത്. ഇതൊക്കെ ഒരാൾക്ക് ഈഗോ ഉണ്ടാക്കുന്നതാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഈഗോ വരുന്നത്? നമ്മളിലുണ്ടാകുന്ന ഓരോ ഹോർമോണൽ ചേഞ്ചസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഒരാളിലോട്ടുണ്ടാക്കുന്ന വ്യക്തി വൈരാഗ്യങ്ങൾ അതിലുള്ളിൽ കിടന്ന് ഭയങ്കര മൂർച്ഛിച്ച് അയാളുടെ നാശം അല്ല അയാൾ ഇല്ലാണ്ടാവണം എന്നൊക്കെയുള്ള ചിന്തയിലോട്ട് മാറുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നമുക്കൊരു ജീവിതമേ ഉള്ളൂ, ഒരു ജീവിതം നമ്മളിവിടെ ജീവിച്ച് തീരുകയാണ്. ശത്രുത ഉണ്ടാക്കും തോറും നമ്മളിൽ നെഗറ്റീവ് എനർജിയാണ് കൂടുന്നത്. നമ്മൾ ബി പോസിറ്റീവായിരിക്കുക, മറ്റുള്ളവരെ പറ്റി ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക.